സമൂഹത്തിലെ ഒരു ദൈവദാസൻ എന്നോട് സംസാരിച്ചപ്പോൾ, അദ്ദേഹം ഹൃദയം എൻ്റെ മുമ്പിൽ തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. പൗലോസ് പറഞ്ഞ കാര്യം ഞാൻ ആ വാചകം ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ പൗലോസ് പറഞ്ഞ ഒരു വാചകം പറയാൻ കുഴപ്പമില്ല. അകത്തും പുറത്തും യുദ്ധം നേരിടേണ്ടി വന്ന കാലഘട്ടം. ആ സമയത്ത് ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞ വാചകം ഇതാണ്: പ്രിയ സഹോദര, നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നിങ്ങളെന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപാവരമാണ് ഈ മത്സരത്തിന് കാരണമായി തീർന്നത്. സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം എന്നെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അതിൽ അസൂയ പൂണ്ട പല ആളുകൾ എന്നെ വളരെയേറെ ഉപദ്രവിച്ച അനുഭവങ്ങൾ, എൻ്റെ കണ്ണീര് കണ്ട് ആനന്ദിക്കാൻ ആഗ്രഹിച്ച അനേക ആളുകൾ, ഒരു പക്ഷെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയുള്ള അവരുടെ ഹൃദയത്തിലെ ജഡീക ചിന്ത എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഉപദ്രവിച്ചു. എന്താ ഞാൻ പറയേണ്ടത്? ഇവിടെ ഞാൻ വാക്കുകൾക്ക് ക്ഷാമം അനുഭവിക്കുകയാണ്. ഉള്ളിലുണ്ട് കാര്യങ്ങൾ പറയാൻ, വാക്കുകളുമുണ്ട്. പക്ഷെ അത് പറയുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ഉതകുമോ എന്നുള്ള സംശയം കൊണ്ട് മാത്രം ഞാനതങ്ങ് മാറ്റിവെക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ദൈവം എന്നെ തൻ്റെ അച്ചിൽ തനിക്കിഷ്ടമുള്ള മാനപാത്രമാക്കി എന്നെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദിവസവും ഞാൻ മിഷൻ ഹില്ലിൽ പോകണം, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കണം, കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ കാര്യം ചെയ്യണം, മാസികയുടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. ഇതെല്ലാം സഭയുടെ കാര്യങ്ങൾ, ഇതിലെല്ലാം ഞാൻ ഏർപ്പെട്ടു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ബഹുമാന്യനായ ഡോക്ടർ PV അലക്സാണ്ടർ എന്ന ദൈവദാസൻ താൻ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു, US-ലേക്ക്. അവരുടെ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. പലയിടത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് താൻ അവിടെ അവരുമായി പങ്കുവെച്ചേ മതിയാകുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം പോയി. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്: എടാ മോനെ തമ്പാച്ച, ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് നിൻ്റെ കാലക്കേടാണ് എന്ന് വിചാരിച്ചോണം എന്ന്